എന്തൊരു മഴയല്ലേ. ഞാനേ ലാബിലൊന്ന് പോവാണ്ടായിരുന്നു, ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്. ലാബിൽ തിരിച്ചു വരുന്ന വഴിയിൽ ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാൻ വിചാരിച്ചു. കുറെ നാളായി വിചാരിച്ചു. അല്ല എന്റെ പണികളൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? 10 മണിയായല്ലോ. എങ്ങനെ കഴിയാനല്ലേ? കൈ സഹായത്തിനുള്ള ആളല്ലേ ഇപ്പൊ പോയത്. ഞങ്ങോട്ട് കയറുമ്പോ കണ്ടേരുന്ന എന്റെ മരുവളനെ. എന്താണ് കുറെ നാളായിട്ട് കുറെ കാര്യങ്ങൾ പറയാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്ത് കോലത്തിലാണ് എന്റെ മരുവള് പുറത്തേക്കൊക്കെ പോണത്. ഞാൻ അപ്പൊ അങ്ങോട്ട് കയറുമ്പോ കണ്ടേരുന്നു ഇറുകി പിടിച്ചിട്ടുള്ള പാൻറ്റും കൈയില്ലാത്ത കുപ്പായും. ഓ, മര്യാദക്ക് കൈയൊന്ന് പൊക്കി ആ കക്ഷ നാട്ടുകാർ മൊത്തം കണ്ട. ഈ ഒന്നും കാണുന്നില്ല എൻ്റെ അനിതേ. എനിക്കൊന്ന് പോകുമ്പോ പറഞ്ഞൂടെ ഇവിടെ ഇതൊന്നും നടക്കില്ലാന്ന്. ഞാനൊക്കെ ആവണം. ഈ എൻ്റെ മരുവളെ കണ്ടിട്ടുണ്ടാ. കഴിഞ്ഞ ലീവിനോ നാട്ടിൽ വന്നിരുന്നേ. രണ്ടാളും കൂടി മലേഷ്യ പോകുമ്പോ വരെ ഓള് ആ ഇറക്കുള്ള ചുരിദാറിട്ടിട്ട് പോയത്. അതിനെങ്ങനെയാ അന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മോനൊന്നും ഉണ്ടല്ലോ, ആണുങ്ങളായാലും ഭാര്യമാരെ കുറച്ചൊക്കെ ഒന്ന് അടക്കി ഒതുക്കി നിർത്താൻ പഠിക്കണം. ഇത് എന്തൊക്കെ ഒന്ന് കാണണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഗൾഫിലുള്ള ഭർത്താക്കന്മാർ ചെയ്യും ഈ പണി. ഭാര്യമാരെ ജിമ്മിനൊക്കെ പറഞ്ഞേക്കണേ. എന്നിട്ട് രാവിലെ കയ്യില്ലാത്ത കുപ്പായവും പാൻറ്റും ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ഫോട്ടോ ഇട്ടിട്ട് അത് വാട്സപ്പ് തുറക്കാൻ പറ്റൂല എൻ്റെ മരോളെ കാരണം. എൻ്റെ മോള് കയ്യില്ലാത്തൊക്കെ ഇടും. അതിനിപ്പോ അതിപ്പോ ഓള് അമേരിക്കയിലല്ലേ പഠിച്ചതും ജോലി ചെയ്യണതും. അവള് ഭർത്താവും ഒക്കെ അവിടെ അല്ലേ. നമുക്ക് അതൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? അത് പിന്നെ അതുപോലെയാണ് എൻ്റെ മരുവള്. ചായ ഒന്നും എടുക്കേണ്ടിയിരുന്നില്ല. ഷുഗർ ഇനിയിപ്പോ കൂടിയുണ്ടോ കുറഞ്ഞുണ്ടോ ആർക്കറിയാം. അല്ല ഇതേ എൻ്റെ മോനിപ്പോ അത്യാവശ്യം ശമ്പളമൊക്കെ ഇല്ലേ. പിന്നെ എന്തിനാ മോളെ ജോലിക്ക് വരുന്നത്? എൻ്റെ ഒരു കൈസഹായത്തിനൊക്കെ ഒരാളുണ്ടാ. എൻ്റെ മോനതൊന്നും ചിന്തിച്ചു. പിന്നെ അത് മാത്രല്ലേ എന്തൊക്കെ നാട്ടിൽ നടക്കണേ. ഈ ആ സുധല്ലേ മറ്റേ തട്ടാരോടത്തേ, അതിൻ്റെ മൂത്ത മോളെ കാര്യം അറിഞ്ഞെങ്കിൽ കല്യാണം കഴിഞ്ഞ് 6-ാം മാസത്തിൽ ആ ചെക്കൻ കൊണ്ടുപോവാതിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ എന്തോ PSC കോച്ചിങ്ങിന് എന്തിനൊക്കെ പറഞ്ഞേച്ചേന്ന്. അവിടുത്തെ മാഷിനേറ്റാൻ കൊണ്ടുപോയി. അല്ലെങ്കിൽ പേടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല കേട്ടോ. പേടിക്കൊന്നും വേണ്ട. അല്ല എന്നാലും പറയേണ്ടത് പറയണല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മരുമക്കളെ നമ്മുടെ കയ്യിലൊരു പിടുത്തം വേണം. ഇല്ലെങ്കിൽ എൻ്റെ തലയിൽ പിള്ളേരാവും വരില്ലേ. മോള് വന്നാ ഞാൻ അറിഞ്ഞിട്ട് എന്നാല്. ഞാൻ കുറച്ചേരെ വന്നിട്ട് മോള് ഇരിക്കുന്ന അമ്മേനായിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടേ ഞാൻ ഫോട്ടോ നേരെ വൈകി ഇനിയിപ്പോ റിസൾട്ട് വാങ്ങണേ. എന്നിട്ട് നേരെ അങ്ങോട്ട് വീട്ടിൽ പോവാച്ചിട്ടാ. ഒരു ദിവസം അങ്ങോട്ട് വായ അമ്മേനെയും കൂട്ടിയിട്ട്. ശരി.